വിമർശനത്തിന് പൊതുവേ അത്ര നല്ല സമയമല്ല എന്ന് തോന്നുന്നു. ഇവിടെ കേരളത്തിലും അങ്ങ് ബീഹാറിലും. ആദ്യം കേരളത്തിലേത് നോക്കാം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ചൊല്ലിയുള്ള അതൃപ്തി ഒരു ഭാഗത്ത്. അതിനു പുറമെ ഇന്ന് പുതുപ്പള്ളി MLA സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകന്റെ പൊട്ടിത്തെറിയും കേരളം കേട്ടു. എന്താണ് ചാണ്ടി ഉമ്മന്റെ പരാതി? അപമാനിക്കുന്ന രീതിയിൽ പുറത്താക്കി, അതും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. രണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ചാണ്ടി പറയുന്നുണ്ട്, പറഞ്ഞിരുന്നുവെങ്കിൽ രാജിവെച്ചേനെ എന്ന്. അതെന്താണ് ചാണ്ടിയോട് പറയാഞ്ഞത്? എന്തിനാണ് അപ്പന്റെ ഓർമ്മ ദിവസം തന്നെ മകനെ മാറ്റിയത്? ചാണ്ടിക്ക് ഇനിയും പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. പറയാനുള്ളത് ഒരു ദിവസം പറയുമെന്ന് ചാണ്ടി. അല്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം. അതിന്റെ സാഹചര്യം ഞാൻ ഇപ്പൊ വിശദമാക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും. അതിന് ഞാനൊരു വിവാദത്തിലില്ല. ഇലക്ഷൻ കഴിയട്ടെ. ഇതുപോലെ പിന്നിൽ നിന്ന് കുത്തിയതിന്റെ വേദന ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് കേരളം കേട്ടിരുന്നു കുറച്ചു കാലം മുൻപ്. ഇവിടേക്ക് ആർക്കും എൻ്റെ മകൻ്റെ ഒഴിച്ച ആർക്കും ആ വികാരം കാണത്തില്ല. സോളാറായിട്ട് ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞിരുന്നു, നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. ആരെങ്കിലും സഹതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല. ആരെങ്കിലും ആശ്വസിപ്പിക്കുമെന്ന് വിചാരിച്ചു, ആരും ആശ്വസിപ്പിച്ചില്ല. അത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്തെ, ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, രണ്ടാമത്തെ സോളാർ. അന്ന് മറിയാമ്മ ഉമ്മൻ, ഇന്ന് ചാണ്ടി ഉമ്മൻ. അവരുടെ വാക്കുകൾ കേട്ടാൽ അറിയാം ഒരു നിവൃത്തിയുമില്ലാതെയുള്ള തുറന്നു പറച്ചിലാണെന്ന്. ആരാണ് ഇവരെ പിന്നിൽ നിന്ന് കുത്തിയത്?